കണ്ണൂർ വനിതാ ജയിൽ സഹതടവുകാരിയെ മർദ്ദിച്ച കേസിലെ കാരണവർ വധക്കേസ് പ്രതി ഷെറിനെതിരെയാണ് ഇപ്പോൾ വീണ്ടും കേസെടുത്തിരിക്കുന്നത്. തടവുകാരിയായ വിദേശ വനിതയ്ക്കാണ് ഇപ്പോൾ മർദ്ദനമേറ്റിരിക്കുന്നത്. ഷെറിൻ ജയിലിൽ പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു എന്ന ആരോപണങ്ങൾക്കിടയിലാണ് ഷെറിന്റെ ശിക്ഷാ ഇളവിനായി ജയിൽ ഉപദേശക സമിതി ശുപാർശ ചെയ്തതും സർക്കാർ അതിന് പച്ചക്കൊടി വീശിയതും വലിയ ചർച്ചയായിരുന്നു. പരാതിക്കാരി കഴിഞ്ഞ ദിവസം വെള്ളമെടുക്കാൻ പോകുന്നതിനിടെ പ്രകോപനമൊന്നും കൂടാതെ ഷെറിൻ മർദ്ദിച്ചുവെന്നും പിടിച്ചു തള്ളിയുമെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ഷെറിനാണ് കേസിൽ ഒന്നാം പ്രതി. തടവ് ശിക്ഷ അനുഭവിക്കുന്ന മറ്റൊരു സ്ത്രീയെ കൂടി സംഭവത്തിൽ പ്രതി ചേർത്തിട്ടുണ്ട്. കണ്ണൂർ ടൗൺ പോലീസാണ് ഇപ്പോൾ ഇതിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഷെറിൻ 6 തവണ ഓർഡിനറി പരോളും 2 തവണ എമർജൻസി പരോളുമാണ് അനുവദിച്ചിട്ടുള്ളത്. ഭാസ്കര കാർണവർ വധക്കേസ് പ്രതി ഷെറിന് ശിക്ഷയിളവ് നൽകിയതിൽ മുൻഗണന ലംഘിച്ചെന്ന ആരോപണവും ഉയർന്നു വന്നിരുന്നു. 20 വർഷം ശിക്ഷ അനുഭവിച്ച രോഗികൾ ഉൾപ്പെടെ അർഹരായവരെ പിന്തള്ളിയ ഷെറിന് ആനുകൂല്യവുമായി ഫയൽ നീങ്ങിയത്. ശിക്ഷാ കാലയളവിൽ പല ജയിലുകളിലും ഷെറിനുണ്ടാക്കിയ പ്രശ്നങ്ങൾ പരിഗണിച്ചില്ലെന്നും ആക്ഷേപമുണ്ടായിരുന്നു. 25 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ അനുഭവിച്ചവരെ വിട്ടയക്കണമെന്ന ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ പരിഗണിക്കാതെയായിരുന്നു ഷെറിനു മാത്രമായി ഇളവ് കിട്ടിയത്. 2009 നവംബർ 8-നാണ് ചെങ്ങന്നൂർ സ്വദേശി ഭാസ്കര കാർണവർ കൊല്ലപ്പെട്ടത്. കേസിലെ ഒന്നാം പ്രതിയായിരുന്ന ഷെറിൻ ഭാസ്കര കാർണവരുടെ മകന്റെ ഭാര്യയായിരുന്നു. മരുമകൾ ഷെറിനും കാമുകനും ചേർന്നാണ് അമേരിക്കൻ മലയാളിയായ ഭാസ്കര കാർണവരെ കൊലപ്പെടുത്തിയത്.